Once again, welcome back to our channel. Trigonometry part 3 ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെല്ലാമാണ് ഇന്നത്തെ കണ്ടന്റുകൾ എന്ന് നോക്കാം. ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് ടേബിൾ. ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷനും ആൻഡ് ട്രിഗ്നോമെട്രിക് ടേബിൾ എന്താണെന്നും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. First of all, sin theta, cos theta, tan theta, cosec theta, sec theta, cot theta എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി. ഒന്നുകൂടി ഐ വിൽ റിപ്പീറ്റ് അഗെയിൻ. നോക്കൂ, ചിത്രത്തിൽ കാണുന്ന ഒരു ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എക്സ്, ഇറ്റ് മേ ബി എ, ഏത് എ എന്നോ എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഇവിടെ തീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ള ആംഗിളിനെ. തീറ്റ വാല്യൂ ആംഗിളിൻ്റെ തീറ്റയുടെ സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ, നോക്കൂ, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കാണുന്ന സൈഡ്, അതായത് തീറ്റയ്ക്ക് എതിരെ കാണുന്ന വശത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്നും തീറ്റയുടെ തൊട്ടടുത്ത് കാണുന്ന വശത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്നും തീറ്റയുടെ അടുത്തായി കാണുന്നതും എന്നാൽ ഏറ്റവും വലിയതുമായ വശത്തെ ഹൈപ്പോടെന്യൂസ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഹൈപ്പോടെന്യൂസ് വരിക. അതാണ് ഏറ്റവും വലിയ വശം. ഇനി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, തീറ്റയുടെ സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോടെന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൈൻ വാല്യൂ ലഭിക്കും. എന്നാൽ തീറ്റയുടെ കൊസൈൻ വാല്യൂ, അതായത് കോസ് വാല്യൂ ലഭിക്കണമെങ്കിൽ അഡ്ജസൻറ്റ് സൈഡിനെയാണ് ഹൈപ്പോടെന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ടാൻ വാല്യൂ ആയിരിക്കും. നോക്കൂ, കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാലോ ഹൈപ്പോടെന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. ഈ സൈൻ തീറ്റയും കൊസീക്ക് തീറ്റയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ്? നോക്കൂ, സൈൻ തീറ്റയുടെ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്കും ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലേക്ക് ആക്കിയാലും കിട്ടുന്നതാണ് കൊസീക്ക് തീറ്റ. അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അതിനെ അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ നമുക്ക് കൊസീക്ക് തീറ്റ ലഭിക്കും. അതേപോലെ കോസ് തീറ്റയുടെ അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതിയാൽ സീക്ക് തീറ്റ ലഭിക്കുന്നു. ടാൻ തീറ്റയുടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് കോട്ട് തീറ്റ ലഭിക്കും. അതായത് നോക്കൂ, ഇപ്പം ഓരോ സൈൻ കോസ് ടാൻ എന്ന് പറഞ്ഞ വാല്യൂസ് ആണ് ഇവിടെ പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 3 പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ലാസ്റ്റ് 3 പോയിന്റ് നോക്കൂ, 1/sin തീറ്റ ഇസ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് കൊസീക്ക് തീറ്റ എന്നാണ് അർത്ഥമാക്കുന്നത്. 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക്ക് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1/sin തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ. അതായത് സൈൻ തീറ്റയെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് റെസിപ്രോക്കൽ ചെയ്താൽ കൊസീക്ക് തീറ്റ ലഭിക്കും. സിമിലർലി അതുപോലെ 1/cos തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ. അതായത് കോസ് തീറ്റയെ നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ സീക്ക് തീറ്റയാണ് ലഭിക്കുക. നോക്കൂ, സെക്കൻഡ് പോയിന്റ് നോക്കൂ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആയിരുന്നു. അപ്പോൾ സീക്ക് തീറ്റ എന്താണ്? 5th പോയിന്റ് നോക്കൂ, സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോടെന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ഈ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള കോസ് തീറ്റയും 5th പോയിന്റ് ആയിട്ടുള്ള സീക്ക് തീറ്റയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അവയുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 1/tan തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോട്ട് തീറ്റ. അതായത് ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. നമുക്ക് തിരിച്ചും പറയാം കേട്ടോ. എങ്ങനെ? 1/cosec തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്, 1/sec തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്, 1/cot എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. അങ്ങനെയും പറയാം. ഇപ്പോൾ 1/sin ഈക്വൽ ടു കൊസീക്ക് എന്നല്ല എഴുതിയിരിക്കുന്നത്, അതിന് തിരിച്ചു എഴുതാം. 1/cosec ഈസ് ഈക്വൽ ടു സൈൻ എന്ന് എഴുതാം. ഓക്കെ, അതായത് പരസ്പരം റെസിപ്രോക്കൽ ആണ് അവ തമ്മിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/4 ഫൈൻഡ് കൊസീക്ക് തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് 1/4 ആണെങ്കിൽ കൊസീക്ക് തീറ്റ എന്തായിരിക്കും? അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി നോ സൈൻ ഈസ് ഈക്വൽ ടു 1/cosec. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cosec ആണ്. അതായത് സൈൻ വാല്യൂ എന്ന് പറഞ്ഞാൽ കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ ആണ് സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോ കൊസീക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 4/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്കറിയാം സൈൻ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/4 ആണ്, 1/4 ആണ്. അപ്പോൾ കൊസീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. 1/4ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 4/1 ആണ് അല്ലേ? 1 താഴോട്ടും 4 മുകളിലോട്ടും പോയി. അതായത് 4/1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 4 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ വാല്യൂ 4 ആണ്.
അനദർ എക്സാമ്പിൾ നോക്കൂ. ഇഫ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/4 ഫൈൻഡ് കോട്ട് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അങ്ങനെയെങ്കിൽ കോട്ട് തീറ്റ എന്തായിരിക്കും? നമുക്കറിയാം കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/tan ആണ്. അതായത് കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കലാണ്. സോ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ 3/4 തന്നിട്ടുണ്ട്, അതിനെ ജസ്റ്റ് തിരിച്ചിടുക, 4/3 എന്ന് എഴുതുക, റെസിപ്രോക്കൽ എടുത്തു. ദാറ്റ് ഈസ് 4/3യുടെ വാല്യൂ എത്രയാണ്? 1.33. അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1.33. ഓക്കെ, ഇനി ട്രിഗ്നോമെട്രിക് റേഷ്യോസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് അതെന്ന് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് നിങ്ങൾ വീണ്ടും അത് കണ്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ ഓരോന്നിലും റിപ്പീറ്റ് ചെയ്തിടുന്നത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനീസ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനീസ്, എന്നാൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണ് നോക്കൂ, 4th പോയിന്റ് നോക്കൂ. സൈൻ ഡിവൈഡഡ് ബൈ കോസ് എന്ന് ചെയ്താൽ ടാൻ ലഭിക്കും. അതായത് സൈൻ വാല്യൂവിനെ കോസ് വാല്യൂ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ നമുക്ക് ടാൻ വാല്യൂ ലഭിക്കും. എങ്ങനെയാണതെന്ന് നോക്കാം. സൈൻ വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് പോയിന്റ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. അപ്പോൾ സൈൻ ഡിവൈഡ് ബൈ കോസിൻ്റെ സ്ഥലത്ത് നമ്മൾ സൈനിനുള്ള സ്ഥലത്ത് അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി എന്താ എഴുതേണ്ടത്? കോസ് വാല്യൂ എഴുതണം അല്ലേ? സൈൻ ബൈ കോസ് അല്ലേ? അപ്പോൾ കോസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, അത് എഴുതുന്നു. ഓക്കെ, ഇനി ആ ഹൈപ്പോട്ടേനസും കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി എന്താണുള്ളത്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ നമുക്ക് നോക്കാം. 3rd പോയിന്റ് നോക്കൂ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ് അല്ലേ? സോ വി ഗെറ്റ് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണെന്ന് ലഭിച്ചു. ഓക്കെ, ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്കിപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണ്? പോയിന്റ് നോക്കൂ. സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ ഈസ് ഈക്വൽ ടു ടാൻ എ. നമ്മൾ തീറ്റയാണ് റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ ആൻസറും തീറ്റ എന്ന് എഴുതണം. ഇവിടെ തീറ്റയ്ക്ക് പകരം എ എന്ന ആൽഫബറ്റാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഈസ് ഈക്വൽ ടു ടാൻ എ. സിമിലർലി കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു കോട്ട് എ. എങ്ങനെയാണ് കോട്ട് എ വന്നത്? നോക്കൂ, സൈൻ ബൈ കോസ് ആണ് ടാന്. അപ്പോൾ ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് എന്ന് നമുക്കറിയാം. സോ ഈ സൈൻ ബൈ കോസിനെ തിരിച്ചിടുക, അപ്പോൾ കോസ് ബൈ സൈൻ ആവും. അതല്ലേ കോട്ട് വരിക? ടാനിൻ്റെ റെസിപ്രോക്കലാണ്. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക പറഞ്ഞാൽ കോസ് ബൈ സൈൻ. ഗോട്ട് ഇറ്റ്? ഇത് പ്രകാരമുള്ള ഒരു പ്രോബ്ലമാണ് ആ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇഫ് സൈൻ എ ഈസ് ഈക്വൽ ടു 7, കോസ് എ ഈസ് ഈക്വൽ ടു 9, ദെൻ ടാൻ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കോട്ട് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടാൻ എ ആണ് കണ്ടുപിടിക്കുന്നത്. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലഭിക്കും. സോ സൈൻ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 7, കോസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9. സോ സൈൻ എ ഡിവൈഡ് ബൈ കോസ് എ ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 9. 7 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ ടാൻ എ ആണെന്ന് കിട്ടി. അപ്പോൾ ടാനിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കോട്ട് വാല്യൂ ആണ്. സോ നമുക്ക് ലഭിച്ചു ഈ 7/9 തിരിച്ചിട്ട് കഴിഞ്ഞാൽ 9/7. So cot value is equal to 9 divided by 7. ഇനി നോക്കൂ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് കോസ് തീറ്റ ഫോർ ദ ട്രയാങ്കിൾ ബിലോ? താഴെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ കോസ് തീറ്റ എന്താണെന്ന്. ഇത് ആദ്യത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്: ബി സി ബൈ എ സി, എ സി ബൈ ബി സി, എ ബി ബൈ എ സി, എ സി ബൈ എ ബി. ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ കോസ് തീറ്റയാണ് ചോദിച്ചുള്ളത്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. നോക്കൂ, തീറ്റയുടെ അഡ്ജസൻ്റ് ആയിട്ട് കാണുന്ന സൈഡ് ഏതാണ്? എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടേനസ് ആണ് അല്ലേ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടേനസ് ആണ്. അതായത് ഏറ്റവും വലിയ വശം ഹൈപ്പോട്ടേനസ് ആണ്. എ സി ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടേനസ്. അപ്പോൾ തീറ്റയുടെ സൈഡിൽ കാണുന്നതാണ് എ ബി. അതായിരിക്കും ഏത് വശം? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറഞ്ഞാൽ എ ബി ഡിവൈഡ് ബൈ എ സി അല്ലേ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി, എ ബി ഡിവൈഡ് ബൈ എ സി. ഓക്കെ, ട്രിഗ്നോമെട്രിക് റേഷ്യോ കണ്ടിന്യൂ ചെയ്യാണ്. വേറൊരു പ്രോബ്ലം നോക്കും. ഇഫ് സൈൻ എ ഈസ് ഈക്വൽ ടു 4/5, ഫൈൻഡ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. സൈൻ എ എന്ന് പറഞ്ഞത് 4/5 ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് റേഷ്യോസ് എല്ലാം, അതായത് മറ്റ് റേഷ്യോസ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കോസ്, ടാന്, കോട്ട്, കൊസീക്ക്, സീക്ക്, ഇവയെല്ലാം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതുന്നു, വി നോ സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. സോ
ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൽ ആ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം നമ്മളൊരു പിക്ചർ വരയ്ക്കുന്നു. എന്താണ് പിക്ചറിൽ ചെയ്യേണ്ടത്? സൈൻ എ ആണ് ക്വസ്റ്റ്യനിൽ 4/5 തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ചിത്രത്തിൽ വരയ്ക്കുന്നു. ഇനി സൈൻ എന്ന് പറയുക ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അതായത് 4/5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അല്ലേ? എയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും 4 എന്ന് പറയുന്നത്. അതുപോലെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും 5 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡ് 4 വന്നത്? നമുക്കറിയാം സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ 4/5 എന്നത് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആവണമെങ്കിൽ 4 എന്നത് ഓപ്പോസിറ്റ് സൈഡും 5 എന്നത് ഹൈപ്പോട്ടന്യൂസും ആവണം. കിട്ടിയല്ലോ. ഇനി നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം നമുക്ക് കണ്ടുപിടിക്കാൻ ആസ് പെർ പൈതഗോറസ് തിയറം അല്ലേ? പൈതഗോറസ് തിയറം പ്രകാരം നമുക്കറിയാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും വലിയ വശം തന്നിട്ടുണ്ട്, ഒരു ചെറിയ വശം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേതും മറ്റൊരു ചെറിയ വശമാണ്. അപ്പോൾ ചെറിയ വശം കണ്ടുപിടിക്കണമെങ്കിൽ വലിയ വശത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റൊരു ചെറിയ വശത്തിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യാണ് ചെയ്യുക അല്ലേ? സോ വി ഗെറ്റ്, നോക്കൂ തേർഡ് പോയിന്റ് നോക്കൂ, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു അഡ്ജസൻസ് സ്ക്വയർ. എയുടെ അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5ൻ്റെ സ്ക്വയറിൽ നിന്ന് 4ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്തത്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അല്ലേ അത് 5 എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിയ വശത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് ചെറിയ വശത്തിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ നമുക്ക് അടുത്തൊരു ചെറിയ വശം ലഭിക്കും, അതിൻ്റെ സ്ക്വയർ ലഭിക്കും. സോ ഫോർത്ത് ലൈൻ നോക്കൂ, 25 മൈനസ് 16. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ, 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ. അത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ ലഭിക്കും. അതായത് 25 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 എന്ന് പറഞ്ഞ വാല്യൂ അഡ്ജസൻറ്റ് സൈഡിൻ്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, √9. സ്ക്വയർ മാറ്റിയിട്ട് റൂട്ടാക്കി, സ്ക്വയർ മാറ്റിയത് വാല്യൂ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പോൾ √9 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്. √9 എത്രയാണ്? 3 ആണ്. സോ വി ഗെറ്റ് അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ളത് എത്രയായി? 3 എന്ന് ലഭിച്ചു. അപ്പോൾ നോക്കുക, ആ ചിത്രത്തിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ വശം നമുക്ക് എത്ര ലഭിച്ചു? 3 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ലഭിച്ചു. ഇനി നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 3 ഡിവൈഡ് ബൈ 5. ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, 3 നമുക്കിപ്പോൾ ലഭിച്ചു. സോ കോസ് തീറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ കോസ് എ, കോസ് വാല്യൂ 3/5. ടാൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. എയുടെ ഓപ്പോസിറ്റ് 4 ആണ്, അഡ്ജസൻ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു 3 ആണെന്ന്. അപ്പോൾ ടാൻ വാല്യൂ 4/3. ഇനി കോട്ട് വാല്യൂ, കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ റെസിപ്രോക്കലാണ്. ടാൻ 4/3 ആണെങ്കിൽ കോട്ട് എന്തായിരിക്കും? 3/4 ആയിരിക്കും. അതിനെ തിരിച്ചിട്ടത്. ഇനി സീക്ക് വാല്യൂ, സീക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ, കോസ് വാല്യൂ എത്രയാണ്? 3/5. അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ സീക്ക് വാല്യൂ പറഞ്ഞിട്ടുണ്ട് 5/3. നമുക്ക് അതിന് തൊട്ട് മുന്നത്തെ പോയിന്റിൽ കോസ് വാല്യൂ 3/5 തന്നിട്ടുണ്ട്. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 3/5നെ തിരിച്ചിടുക, 5/3. നെക്സ്റ്റ് കൊസീക്ക്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 5/4. എങ്ങനെയാണ് 5/4 വന്നത്? സൈൻ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4/5 ആണെന്ന്. സൈനിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. സോ 5/4 ആൻസറിൽ വരുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ ട്രിഗ്നോമെട്രിക് ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രിഗ്നോമെട്രിക് ടേബിൾ അറിയണമെങ്കിൽ നമുക്ക് 2 റേഷ്യോസ് അറിയണമെന്നുണ്ട്. നോക്കൂ, 90 ഡിഗ്രി ആയിട്ടുള്ള 2 റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ട്രയാങ്കിളിൽ ഒരു റേഷ്യോ തന്നിട്ടുണ്ട്, ഒരു അനുപാതം തന്നിട്ടുണ്ട്. സൈഡുകൾ തമ്മിലുള്ള അനുപാതമാണ് 1:1:√2 എന്നാണ് സൈഡിൻ്റെ തമ്മിലുള്ള അനുപാതം തന്നിട്ടുള്ളത്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഒന്ന് 90 ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്കറിയാം. ബാക്കി 2 കോണുകളും എന്തായിരിക്കുമെന്ന് നോക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 90 ഡിഗ്രിയും ഒരു 45 ഡിഗ്രിയും ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 45 തന്നെയായിരിക്കും. എങ്ങനെയാണ് ലഭിക്കുക? നമുക്കറിയാം ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് 150 ആണ് അല്ലേ? ദ സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 150 കിട്ടണമെങ്കിൽ ഒരു സൈഡ് എന്തായാലും 90 ആണ്, ആ ചിത്രത്തിൽ കാണുന്ന 90 ഡിഗ്രി ആംഗിൾ. പിന്നെ ഒരു 45 ആംഗിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 45 കൊടുത്താലേ മൊത്തത്തിൽ ആഡ് ചെയ്താൽ 90 ആവുള്ളൂ. 45 + 45 90, 90 + 90 180. അതേപോലെ തന്നെ നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കൂ, ഒരു വാല്യൂ 60 ആണ്. ഒന്നാണെങ്കിൽ 90 ഡിഗ്രി ആവണം. അപ്പോൾ 90യും 60യും പിന്നെ അടുത്ത വാല്യൂ 30 ആയി കഴിഞ്ഞാൽ ടോട്ടൽ 180 ലഭിക്കുള്ളൂ. ഓക്കെ, ഇനി ഫസ്റ്റ് റേഷ്യോ, ഈ 45 45 90 എന്ന ആംഗിളിൽ
1:1:√2 ആണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. 45-ന് എതിരെയുള്ള വശങ്ങൾ 1 എന്ന അനുപാതത്തിലും ഏറ്റവും വലിയ വശമായ കർണം ഹൈപ്പോട്ടീനസ് എന്ന് പറയുന്നത് √2 എന്ന റേഷ്യോയിലായിരിക്കും. ഇനി അതേപോലെ ആംഗിളുകൾ 90-60-30 എന്ന റേഷ്യോയിലാണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. 45-ന് എതിരെയുള്ള വശങ്ങൾ 1 ആണ് അല്ലേ, അതുകൊണ്ടാണ് 1:1:2. ഇനി √2, 90-ക്ക് ഓപ്പോസിറ്റുള്ള √2. ഇവിടെയോ ഈ 3 സൈഡായപ്പോഴോ 60-30 വന്നപ്പോഴോ 30-ക്ക് ഓപ്പോസിറ്റ് 1ഉം 60-ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് √3ഉം 90-ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2ഉമായി. ഓക്കെ, നോക്കൂ, √3 ഏറ്റവും ചെറിയ കോണാണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ 30-യുടെ ഓപ്പോസിറ്റുള്ള സൈഡ് 1 കൊടുത്തു. ഇനി അടുത്ത് 30-നേക്കാൾ വലിയ വാല്യൂ ഏതാ വരുന്നത്? 90 ആണോ 60 ആണോ? 60 സ്ഥലത്ത് 60-ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3 കൊടുത്തു. ഈ √3 ആണോ നമ്മൾ ഹൈപ്പോട്ടൻസിൽ കൊടുത്തിട്ടുള്ള 2 ആണോ ഏറ്റവും വലുത്? ഒബ്വിയസ്ലി 2 ആണ് വലുത്. എന്നാൽ അതായത് √3യുടെ വാല്യൂ എത്രയാണ്? 1.73 ആണ്. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. √3 എന്ന് പറഞ്ഞാൽ 1.73. 1.73 എന്ന വാല്യൂ 1-നേക്കാൾ വലുതും എന്നാൽ 2-നേക്കാൾ ചെറുതുമാണ്. ആയതുകൊണ്ടാണ് നമ്മൾ 60-ക്ക് നേരെ √3 എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ 90-ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 എഴുതുന്നു. അപ്പോൾ ഈ റേഷ്യോ ഒരിക്കലും മറക്കരുത്. 1:2:√3 അല്ലെങ്കിൽ 1:√3:2ഉം 1:1:2 ആണ്. √2 ആണ് റേഷ്യോ. ഇത് വെച്ചിട്ട് ട്രിഗ്നോമെട്രിക് ടേബിൾ തയ്യാറാക്കുകയാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ ഒരു ആംഗിളിൻ്റെ ആദ്യത്തെ ഒരു ട്രയാങ്കിളാണ് എടുത്തിട്ടുള്ളത്. 1:1:√2 എന്ന ട്രയാങ്കിൾ, അതായത് 45 ഡിഗ്രി ആംഗിളുള്ള ട്രയാങ്കിൾ. ഇനി ഇതിൽ 45 ഡിഗ്രി എത്രയാണെന്ന് നോക്കണം. സൈൻ 45, കോസ് 45, ടാൻ 45 ആ ടേബിളിൽ നോക്കും. ഓരോന്നിൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് 1:1:√2 ആണ് റേഷ്യോ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ 45 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സൈൻ 45 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടീനസ്. 45-ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാല്യൂ എത്രയാണ്? 1. ഇനി ഹൈപ്പോട്ടീനസ് എത്രയാണ്? √2. അപ്പോൾ 1/√2 ആയിരിക്കും സൈൻ 45 എന്ന് പറഞ്ഞാൽ. ഇനി കോസ് 45, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡിൽ നോക്കൂ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ് ആണ്. അപ്പോൾ 45 ആംഗിളിന് അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂ ഏതാണ്? 1. ഹൈപ്പോട്ടീനസ് എത്രയാണ്? √2. അപ്പോൾ കോസ് 45 എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ്? 1/√2. ഇനി ടാൻ നോക്കാം. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റും 1 ആണ്. സോ 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ടാൻ വാല്യൂ 1 ലഭിച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാല്യൂ ലഭിച്ചതെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഈ സൈൻ ടാനിൻ്റെ വേറൊരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചു. സൈൻ ഡിവൈഡ് ബൈ കോസ് ആണ് ടാൻ. അപ്പോൾ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ തന്നെ 1/√2 ഡിവൈഡഡ് ബൈ 1/√2 ചെയ്താൽ രണ്ടും ക്യാൻസലായി പോയി ബാക്കി 1 വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ടാൻ വാല്യൂ എഴുതാം. ഇനി ഇത് പ്രകാരം നമ്മൾ ഫുൾ ഒരു ടേബിൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, രണ്ടും കൂടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നോക്കൂ, സൈൻ 30 ആംഗിളുകൾ 30, 45, 60 ആണ് തന്നിട്ടുള്ളത്. സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി സൈൻ 30 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ 30 ആംഗിളുള്ള ട്രയാങ്കിൾ നോക്കുക. 30-യുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു 30-യുടെ ഓപ്പോസിറ്റ് 1 ആണ്, ഹൈപ്പോട്ടീനസ് 2 ആണ്. അതാണ് അതിൻ്റെ റേഷ്യോ. സോ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ്. ഇനി കോസ് 30 എത്രയാണ്? കോസ് വാല്യൂ 30 ഡിഗ്രി. നോക്കൂ, കോസ് 30 എത്രയാണ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 30-യുടെ അഡ്ജസൻറ്റ് ആയിട്ട് √3 ആണ്, ഹൈപ്പോട്ടീനസ് 2 ആണ്. സോ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടീനസ് എന്ന് പറഞ്ഞാൽ √3 ഡിവൈഡഡ് ബൈ 2. നോക്കൂ, ആ കോളത്തിൽ നോക്കൂ, സെക്കൻഡ് റോയിൽ തന്നെ കൊടുത്തിട്ടില്ലേ, √3 ഡിവൈഡഡ് ബൈ 2. ഇനി ലാസ്റ്റ് കോളത്തിൽ ലാസ്റ്റ് റോയിൽ ഫസ്റ്റ് ടാൻ വാല്യൂ. ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടാൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. 30-യുടെ ഓപ്പോസിറ്റ് വരുന്നത് 1ഉം അഡ്ജസൻറ്റ് വരുന്നത് √3 ആണ്. അപ്പോൾ 1/√3 ആണ് ടാൻ്റെ വാല്യൂ. ഓക്കെ, ഇനി 45ഓ നോക്കൂ, ഫസ്റ്റ് റോ നോക്കുക. ടേബിളിലെ ഫസ്റ്റ് റോയിൽ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അതിൽ സൈൻ വാല്യൂ, എല്ലാത്തിൻ്റെയും സൈൻ വാല്യൂ നോക്കാം. 30-യുടെ സൈൻ വാല്യൂ നമ്മളിപ്പോൾ നോക്കി. ഇനി 45-ൻ്റെ സൈൻ വാല്യൂ സെക്കൻഡ് കോളത്തിൽ തന്നെ കാണുന്നുണ്ട്. 45-ൻ്റെ സൈൻ വാല്യൂ എത്രയാണ്?
1/√2. അപ്പോൾ എന്ത് ചെയ്യണം, 45 ഡിഗ്രിയിലെ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ് ആണ്. ഓപ്പോസിറ്റ് പറയുമ്പോൾ 1, ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ √2, അപ്പോൾ 1/√2. ഇനി sin 60 എത്രയാണ്? അപ്പോൾ 60യുടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. 60 ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ്. അപ്പോൾ √3 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത് √3 ആണ്. ഹൈപ്പോട്ടീനിയസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ √3 ഡിവൈഡ് ബൈ 2 ആണ് sin 60. ഇങ്ങനെ കോസ് വാല്യൂ ടാൻ വാല്യൂ ഓരോന്നും കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മനസ്സിലാവില്ല. എന്ത് ചെയ്യണം, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ട്രയാങ്കിൾ വരച്ചിട്ട് ആ ഇക്വേഷൻസ് എഴുതി നോക്കിയിട്ട് അത് ടേബിളിൽ ഫില്ല് ചെയ്യുക. അല്ലാതെ നോക്കി എഴുതരുത്, സ്വന്തമായിട്ട് എഴുതി നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വാല്യൂസ് പിന്നെ നിങ്ങൾ മറക്കില്ല. ഓക്കെ, ഇപ്രകാരം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വലിയൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ടേബിൾ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യുക തന്നെ വേണം. അതിന് ഞാൻ എളുപ്പമാർഗ്ഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യൂസ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ, സീക്ക് തീറ്റ, കൊസീക്ക് തീറ്റ. ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ വാല്യൂ, ഇനി നമ്മൾ ഓരോ വാല്യൂയിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് റോ നോക്കൂ, സെക്കൻഡ് ലൈനിൽ സൈൻ തീറ്റ 0 ഡിഗ്രി ആവുമ്പോൾ 0 വാല്യൂ ആണ്. അതായത് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ തീറ്റ 30 ആവുമ്പോൾ, അതായത് തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി ആവുമ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇനി കോസ് വാല്യൂ അതുപോലെ 1, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് ഓരോന്നും പഠിക്കുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ ഇത് എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ദിസ് ഈസ് എ ട്രിക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് ലൈന് നിങ്ങൾ നോക്കൂ. സൈൻ തീറ്റയുടെ വാല്യൂ ഓരോന്നും തന്നിട്ടുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതായത് 0, 1/2, 1/√2, √3/2, 1 എന്ന വാല്യൂ. ഓക്കെ, ഇനി ആ വാല്യൂ, അതായത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിവയുടെ കറസ്പോണ്ടിങ് സൈൻ വാല്യൂ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ സൈൻ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി സെക്കൻഡ് ലൈനിൽ കാണുന്ന ആ സൈൻ വാല്യൂസ് അവസാനത്ത് നിന്ന് എഴുതുകയാണെങ്കിൽ അതാണ് തേർഡ് ലൈനിൽ കാണുന്ന കോസിൻ്റെ വാല്യൂ വന്നത്. സെക്കൻഡ് ലൈനിലെ സൈൻ തീറ്റയുടെ വാല്യൂസ് തന്നിട്ടുണ്ടോ? 0, 1/2, 1/√2, √3/2, 1. അതായത് ലാസ്റ്റ് വാല്യൂ 1 ആണ്. അവിടെ നിന്ന് ഇനി എഴുതി തുടങ്ങുകയാണെങ്കിൽ അതാണ് കോസിൽ വന്നിട്ടുള്ളത്. നോക്കൂ, 1, √3/2, 1/√2, 1/2, 0. ഇതെല്ലാം എഴുതിയിട്ടുള്ളത്. അതായത് സൈൻ എഴുതിയതിൻ്റെ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ കോസിൻ്റെ വാല്യൂ ലഭിച്ചു. ഓക്കെ, ഇനി ടാൻ. നമുക്കറിയാം ടാൻ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ്. അപ്പോൾ സൈനിൽ ലഭിച്ചിട്ടുള്ള വാല്യൂ ആദ്യത്തെ സെക്കൻഡ് തേർഡ് കോളങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് കോളം ലഭിക്കും. അതായത് 0 ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 0. 1/2 ഡിവൈഡ് ബൈ √3/2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയിരുന്നു. ബാക്കി എന്താണ്? ബാക്കി എന്ത് ലഭിക്കും? 1/√3 ലഭിക്കും അല്ലേ? കാരണം 2ഉം 2ഉം ഡിനോമിനേറ്ററിലാണ്, രണ്ടും കട്ട് ചെയ്ത് പോയി. ഇനി എന്താണ്? 45, അതായത് 1/√2 ഡിവൈഡ് ബൈ 1/√2. 45ൽ നോക്കൂ, സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√2, 1/√2 രണ്ടും ക്യാൻസലായി പോയി. ബാക്കി 1 ഉള്ളൂ. സോ ടാൻ എൻ്റെ വാല്യൂ 1 വന്നു. ഇനി ടാൻ വാല്യൂ അടുത്തത് 60ൽ നോക്കൂ. സൈൻ ബൈ കോസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 60യുടെ സൈനും 60 വാല്യൂ സൈൻ വാല്യൂം കോസ് വാല്യൂം തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. √3/2ഉം 1/2ഉം ഡിവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് കോളത്തിലുള്ള ഇതും തേർഡ് കോളത്തിലുള്ളതും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്കൻഡ് തേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് കോളത്തിൽ ലഭിക്കുന്നു. ഓക്കെ, ഇനി ലാസ്റ്റത്തത് എന്താണ്? 90 ഡിഗ്രിയുടെ കേസിൽ 90 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ? കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അനന്തമാണ്, ഇൻഫിനിറ്റിയാണ്, എത്ര വാല്യൂ നമുക്കറിയില്ല. അതാണ് നോട്ട് ഡിഫൈൻഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കൂ, 1/0 സൈൻ ബൈ കോസ് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 0 ആണ് വരിക. ഏതൊരു വാല്യൂവിനെ കൊണ്ടും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ആൻസർ എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, x/0 അത് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. 2/0 നോട്ട് ഡിഫൈൻഡ് ആണ്. 3/0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണ് വാല്യൂ വരിക. ഓക്കെ, എന്നാൽ 1/0 നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ 0/1 ആണെങ്കിലോ അത് 0 ആയിരിക്കും.
0/1 0 തന്നെയാണ്. അതാണ് ഫസ്റ്റിൽ നോക്കൂ, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0/1 0 ആണ് ടാൻ വാല്യൂ വന്നിട്ടുള്ളത്. ഇതേപോലെ കോട്ട്, സീക്ക്, കോസീക്ക് എന്നിവയെ തിരിച്ചിട്ടാൽ മതി. അതായത് സൈനിൻ്റെയും, കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിനെ തിരിച്ചിടുക, ടാനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. കോസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടും. അങ്ങനെയാണ് ഈ ടേബിൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ടേബിൾ പ്രകാരം ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. എക്സാമ്പിൾ, ഇവാലുവേറ്റ് ദ ഫോളോവിങ്. താഴെ തന്നിരിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാനും 2 sin 30 ഡിഗ്രി പ്ലസ് 3 cos 60 മൈനസ് 3 tan 45 ഡിഗ്രി. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം, അതിന് 2 എന്ന് പറഞ്ഞാൽ നോക്കൂ, എ എന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട് 2 sin 30. അപ്പോൾ 2 നമുക്ക് എടുത്തെഴുതാം. ഇനി sin 30യുടെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ അത് എഴുതണം. പ്ലസ് 3 എടുത്തെഴുതാം. ദെൻ cos 60യുടെ വാല്യൂ എത്രയാണോ അത് എഴുതുക. മൈനസ് 3 അതുപോലെ എഴുതുക. tan 45 എത്രയാണോ ആ വാല്യൂ എഴുതുക. ഓക്കെ, ദെൻ ദ ആൻസർ വിൽ ബി 2 × 1/2. അപ്പോൾ sin 30യുടെ വാല്യൂ 1/2 ആണ്. നമ്മൾ ടേബിളിൽ നോക്കിയാൽ മതി. sin 30 1/2 ആണ്. പ്ലസ് 3 × cos 60. cos 60യുടെ വാല്യൂ എത്ര തന്നെയാണ്? 1/2 തന്നെയാണ്. മൈനസ് 3 × tan 45. tan 45 എത്രയാണ്? 1 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ടേബിൾ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ട്രയാങ്കിൾ വരച്ചിട്ട് നോക്കണം. ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടീനിയസ് രീതിയിൽ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ലഭിക്കും. ദെൻ അപ്പോൾ അതിൻ്റെ 2 × 1/2 1 വരും. 3 × 1/2 ചെയ്ത് കഴിഞ്ഞാൽ 3/2 വരും. മൈനസ് 3 × 1 3. സോ 1 + 3/2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടുക? മൈനസ് 1/2 ആണ് നമുക്ക് ലഭിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്രോബ്ലം. വളരെ സിമ്പിളാണ്. ഈ ട്രിഗ്നോമെട്രിക് ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നിങ്ങൾക്ക് മറന്നു പോകരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.